Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് നമുക്ക് ഈ മൂന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ തൽക്കാലം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. നോക്കൂ, രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് വരുന്നത്, രണ്ടാമത്തെ യൂണിറ്റ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ, വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പം എന്താണ്? അപ്പം ഇവിടെ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുകയാണ്. അതിനുശേഷമാണ് 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 5 മാർക്സും essay ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ടെക്സ്റ്റുവൽ ഇൻ്റർപ്രിട്ടേഷൻ ഇൻ വിച്ച് ദ റീഡർ റെക്കഗ്നൈസസ് ആൻഡ് അനലൈസസ് പെർട്ടിക്കുലർ വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ് നോൺ ആസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റീഡർ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആ വായനയിൽ 3 ലെവലുകളുണ്ട്. അതിലെ ഒരു ലെവലിലാണ് റീഡർ വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത്. വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കുന്ന ഒരു ലെവലുണ്ട്. മൊത്തം റീഡിങ്ങിൽ 3 ലെവലാണ്. അപ്പോൾ വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കുന്ന ലെവല്, ആ ലെവലിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ലിംഗ്വിസ്റ്റിക് എന്നാണ് ആ ലെവലിൻ്റെ പേര്. ഇത് ഒന്നാമത്തെ ലെവലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ടെക്സ്റ്റുവൽ ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഈ ഇൻ്റർപ്രിട്ടേഷനിൽ, ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു, റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതായത് വായിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുക. ഈ ഒരു പ്രക്രിയയിൽ വിച്ച് റിക്വയേഴ്സ് ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻഡ് ദ കണ്ടന്റ് ഓഫ് ബിഗ്ഗർ സെക്ഷൻസ് ഓഫ് ടെക്സ്റ്റ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ റീഡർ വാക്കർത്ഥം മനസ്സിലാക്കുന്ന സെക്ഷനാണ്. ഇനി ഇത് വാക്കർത്ഥമല്ല, വാക്കർത്ഥം കഴിഞ്ഞു. വാക്കർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു ടെക്സ്റ്റിൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട ബിഗ്ഗർ സെക്ഷൻസ്, കുറച്ച് വലിയ ഭാഗങ്ങൾ, അത്തരം ഭാഗങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുക, വലിയ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ വലിയ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്ന ലെവല്, ഈ ലെവല് എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഈ ലെവൽ അറിയപ്പെടുന്ന പേരാണ് മൈക്രോ സ്ട്രക്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മൈക്രോ സ്ട്രക്ചർ എന്ന പേരിലാണ് ഈ ലെവല് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ലെവലാണ്, മൈക്രോ സ്ട്രക്ചർ. അതായത് ഒരു വർക്കിൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട ബിഗ്ഗർ സെക്ഷൻസ് കോംപ്രിഹെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇത് വരുന്ന ലെവലാണ് രണ്ടാമത്തെ ലെവല്, മൈക്രോ സ്ട്രക്ചർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ടെക്സ്റ്റുവൽ ഇൻ്റർപ്രിട്ടേഷൻ. ഒരു ടെക്സ്റ്റിനെ വായിച്ച് മനസ്സിലാക്കുന്നതിൽ വരുന്ന ഈ മൂന്നാമത്തെ ലെവൽ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞു 3 ലെവലാണുള്ളത്. ഇൻ വിച്ച് ദ റീഡർ റെക്കഗ്നൈസസ് ആൻഡ് അനലൈസസ്. ഒരു വർക്കിനുള്ളിലെ തീം, ടോപ്പിക്ക്, ജോണർ ഓഫ് ദ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് ഏത് വിഭാഗത്തിൽ വരുന്നു, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുന്ന ലെവല്, അതായത് മൂന്നാമത്തെ ലെവലാണ്. ഈ ലെവലിന് നമ്മൾ മാക്രോ സ്ട്രക്ചർ എന്നാ പറയാം, മാക്രോ സ്ട്രക്ചർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ 3 ലെവൽസ്. അങ്ങനെ 3 ലെവലുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻഡിങ് കടന്നു പോകുന്നത് 3 ലെവലുകളിലൂടെയാണ്. 3 ലെവൽസ് ഉണ്ട്. ദ 3 ലെവൽസ് ഓഫ് കാറ്റഗറൈസേഷൻ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫോം ടുഗദർ എ മെത്തേഡ് നോൺ ആസ്. അതായത് ഈ 3 ലെവലുകൾ, ഇൻ്റർപ്രിട്ടേഷൻ്റെ 3 ലെവലുകളാണിത്. അതായത് ലിംഗ്വിസ്റ്റിക്, മൈക്രോ സ്ട്രക്ചർ, മാക്രോ സ്ട്രക്ചർ, ഈ 3 ലെവലും കൂടി ചേർന്നിട്ട് ഒരു മെത്തേഡ് ഫോം ചെയ്യും. ആ മെത്തേഡിൻ്റെ പേരെന്താ? അതിൻ്റെ പേരാണ് ടെക്സ്റ്റ് ബേസ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഈ 3 ലെവലുകൾ, ഈ 3 ലെവലുകളും ഒരുമിച്ച് ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു മെത്തേഡ്
അതായത് റീഡിംഗ് കോംപ്രിഹെൻഷനിലെ കാറ്റഗറൈസേഷനാണ് 3 തലങ്ങൾ. ഈ 3 തലങ്ങളും പാടെ ചേർന്നിട്ട് കാറ്റഗറൈസേഷനും പാടെ ചേർന്നിട്ട് ഫോം ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ടെക്സ്റ്റ് ബേസ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്രോഡ് പ്രോസസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് യൂണിറ്റ്? അതായത് ഈ യൂണിറ്റിൽ 3ാമത്തെ യൂണിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രോസസ്സ് ഏതാണ്? വിശാലമായിട്ടുള്ള ആ ഒരു ബ്രോഡ് പ്രോസസ് ഓഫ് ദ റീഡിംഗ് കോംപ്രിഹെൻഷൻ എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റിൽ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ മോഡൽ എന്നാണ് അതിൻ്റെ പേര്. സിറ്റുവേഷൻ മോഡൽ അതെന്താന്നുള്ളത് ഞാൻ നോട്ട് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞുതരാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് ദ റീഡേഴ്സ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇറ്റ് ലീഡ്സ് ടു. അതായത് ഒരു ടെക്സ്റ്റും ആ ടെക്സ്റ്റിനെ റീഡർ വ്യാഖ്യാനിക്കുന്നതും, അപ്പോൾ ഒരു ടെക്സ്റ്റ് ആ ടെക്സ്റ്റിനെ റീഡറുടെ ഒരു വ്യാഖ്യാനവും കൂടി വരുമ്പോൾ അത് ലീഡ് ചെയ്യുന്നത് ഡാഷിലോട്ടാണ്. എങ്ങോട്ടാണ് ലീഡ് ചെയ്യുക? ഡീപ്പൻഡ് അണ്ടർസ്റ്റാൻഡിങ്, അതായത് ആഴത്തിൽ മനസ്സിലാക്കാം. 2 കാര്യങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് ദ റീഡേഴ്സ് ഇന്റർപ്രിട്ടേഷൻ, അതായത് റീഡറുടെ ഇന്റർപ്രിട്ടേഷൻ, റീഡർ സ്വയം കണ്ടെത്തുന്ന കാര്യങ്ങളും ആ ടെക്സ്റ്റും കൂടി ചേരുമ്പോൾ രണ്ടും പാടെ ചേർന്ന് കഴിഞ്ഞാൽ ഈക്വൽസ് എന്താ വരുന്നത്? ഡീപ്പൻഡ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എലമെന്റ് ദാറ്റ് മേക്സ് റീഡിംഗ് മോർ എൻജോയബിൾ? വായനയെ കൂടുതൽ ആസ്വാദകരമാക്കുന്ന ഘടകം എന്താണ്? റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കില്ലാണ്. വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. നമ്മളിങ്ങനെ വായിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും തോറും ഇൻട്രസ്റ്റ് കൂടും, അത് എൻജോയബിൾ ആവും. അപ്പൊ റീഡിങ്ങിനെ എൻജോയബിൾ ആക്കുന്ന ഘടകം കോംപ്രിഹെൻഷൻ സ്കില്ലാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കില്ല്. നമ്മൾ വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, നമുക്ക് ഭ്രാന്ത് പിടിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ, അതായത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഈ പ്രക്രിയയിൽ, ഈ കാര്യത്തിൽ ദ കോമ്പീറ്റൻസ്, റീഡറുടെ കഴിവ്. എന്തിനുള്ള കഴിവ്? ദ കോമ്പീറ്റൻസ് ഓഫ് ഡാഷ് ഫ്രം സെന്റൻസ് സ്ട്രക്ചർ ആൻഡ് പങ്ക്ച്വേഷൻ ഈസ് വെരി സെന്റൻസ് മാറിപ്പോയി. ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ദ കോമ്പീറ്റൻസ്, റീഡറുടെ ആ ഒരു കഴിവ്, മത്സരിക്കാനുള്ള കഴിവ്, കോമ്പീറ്റൻസ് ടു ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്ക്വേർഡും ഫോർവേഡും എന്ത് ചെയ്യാനുള്ള കഴിവ്? സ്കാൻ ചെയ്യാം. അപ്പൊ ഡാഷിൽ സ്കാൻ ചെയ്യാം. ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ദ കോമ്പീറ്റൻസ് ടു സ്കാൻ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, അതായത് നമ്മളൊരു സംഭവം വായിക്കുമ്പോൾ, അതായത് ആ വായിക്കുന്നതിലൂടെ മുൻപിലോട്ടും ബാക്കിലോട്ടും, ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇങ്ങനെ സ്കാൻ ചെയ്തു പോകണം. അങ്ങനെ സ്കാൻ ചെയ്തു പോകാനുള്ള റീഡറുടെ കഴിവ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ ദ കോംപ്രിഹെൻഷൻ ഓഫ് ഡാഷ് ഫ്രം സെന്റൻസ് സ്ട്രക്ചർ ആൻഡ് പങ്ക്ച്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ സെന്റൻസിന്റെ ഘടനയിൽ നിന്നും അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ മാർക്കിൽ നിന്നും ചില കാര്യങ്ങൾ ഡാഷ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് പങ്ക്ച്വേഷനിൽ നിന്നും സെന്റൻസിന്റെ ഘടനയിൽ നിന്നും ചില എന്ത് കാര്യങ്ങൾ, കോംപ്രിഹെൻഷൻ ഓഫ് സിഗ്നൽസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റൻസിന്റെ സ്ട്രക്ചറിലും അതുപോലെ തന്നെ പങ്ക്ച്വേഷനിലും നമുക്ക് ചില സിഗ്നൽസ് എന്ന് വെച്ചാൽ ചില ഹിൻസുകൾ ഉണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമുക്ക് കാര്യങ്ങൾ വേഗം പിടുത്തം കിട്ടും. 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ജനറേറ്റഡ് വെൻ വി റീഡ് എ സിമിലർ കണ്ടന്റ് മെനി ടൈംസ്? ഒരേ സംഭവം തന്നെ
പല തവണ വായിക്കുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാകുന്നത്? എന്താ ഉണ്ടാവുക? പല പല അർത്ഥങ്ങൾ കിട്ടും, പല പല ആശയങ്ങൾ കിട്ടും, പല പല കാഴ്ചപ്പാടുകൾ കിട്ടും. ഒന്നെന്നെ നിങ്ങൾ പല തവണ വായിച്ചു, എന്ത് കിട്ടും? വെറൈറ്റി ഓഫ് വ്യൂ പോയിന്റ്സ്. നിങ്ങൾക്ക് പല പല കാഴ്ചപ്പാടുകൾ കിട്ടും. ഒരു സംഭവം തന്നെ പല തവണ വായിക്കാം, പല ആവർത്തി, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഇനി നോക്കൂ, ഈ ഭാഗത്ത് വരുന്ന ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം തന്നെ ഇതാണ്: വാട്ട് ഈസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ? എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ? കേട്ടോളൂ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈസ് ദ എബിലിറ്റി ടു പ്രോസസ് written text, understand its meaning and to integrate with what the reader already knows. 3 കാര്യങ്ങൾ ചേർന്നതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ടു പ്രോസസ് റിട്ടൺ ടെക്സ്റ്റ്. നമ്മളെ കയ്യിൽ ഒരു റിട്ടൺ ടെക്സ്റ്റ്, ഒരു എഴുതിയ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനെ പ്രോസസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ദാറ്റ് മീൻസ് അത് കീറുക, ചുരുട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. പ്രോസസ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എബിലിറ്റി ടു പ്രോസസ് റിട്ടൺ ടെക്സ്റ്റ്. അപ്പൊ ഒന്നാമത്തെ കാര്യം 3 കാര്യങ്ങൾ ചേർന്നതാണ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എബിലിറ്റി ടു പ്രോസസ് റിട്ടൺ ടെക്സ്റ്റ് ആണ് 1. രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ്, അതിന് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ടു ഇൻ്റഗ്രേറ്റ് വിത്ത് വാട്ട് ദ റീഡർ ഓൾറെഡി നോസ്. ആ റീഡർക്ക് ആദ്യമേ അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളുമായി ഇപ്പൊ വായിച്ച് മനസ്സിലാക്കിയ കാര്യത്തെ യോജിപ്പിക്കുക. ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ കോംപ്രിഹെൻഷൻ എന്ന് പറയാം. അപ്പോൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ചേർന്നതാണ്. ഒന്നാമത്തേത് പ്രോസസ്, എബിലിറ്റി ടു പ്രോസസ് ദ റിട്ടൺ ടെക്സ്റ്റ്. രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. മൂന്നാമത്തേത് ഇൻ്റഗ്രേറ്റ് വിത്ത് വാട്ട് ദ റീഡർ ഓൾറെഡി നോസ്. റീഡർക്ക് ഓൾറെഡി എന്താണോ അറിയുന്നത്, റീഡറുടെ അറിവുമായിട്ട്, മൈൻഡിലുള്ളതുമായിട്ട് വായിച്ച് കിട്ടിയതിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വേറെ ഉണ്ട്. അത് ഏതൊക്കെയാ നോക്കാം. എന്തൊക്കെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകൾ? കാരണം റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിന് വേണ്ട പ്രധാനപ്പെട്ട 3 സ്കില്ലുകൾ ഞാൻ പറഞ്ഞുതരാം, അടിവരയിട്ട് വെച്ചോളൂ. 1, ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് വേർഡ്സ്. ആ വായിക്കുന്നതിനെ വാക്കുകളെ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ്, വാക്കുകളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് 1. രണ്ടാമത്തേത് ദ കപ്പാസിറ്റി ടു റീറ്റെയിൻ ഇൻഫർമേഷൻ, അതായത് ഇൻഫർമേഷനെ നിലനിർത്താനുള്ള കഴിവ്. നമ്മൾ വായിച്ചു വരുമ്പോൾ ആദ്യം വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെ റീറ്റെയിൻ ചെയ്യണം, അതിന് മനസ്സിൽ നിലനിർത്തുക. ഇതാണ് കപ്പാസിറ്റി ടു റീറ്റെയിൻ ഇൻഫർമേഷൻ. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കൈവശം ഉള്ള ഇൻഫർമേഷൻ, ഓൾറെഡി നമ്മളുടെ കൈവശം ഉള്ള ഇൻഫർമേഷനെ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ ഇൻഫർമേഷനെ റീറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് മൂന്നാമത്തെ കാര്യം പറയുന്നത്? മൂന്നാമതായിട്ട് പറയുന്നത് ദ കോമ്പീറ്റൻസ് ടു സ്കാൻ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ടു റെലവന്റ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. നമ്മളെ കൈവശമുള്ള ആ റിട്ടൺ ടെക്സ്റ്റിൽ റെലവൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ, അതുപോലെ തന്നെ ഫ്രേസുകൾ, ഇവയിലൂടെ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് എന്ത് ചെയ്യണം? സ്കാൻ ചെയ്യണം. ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇപ്പം ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ,
ആൻഡ് കോംപ്രിഹെൻഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം സെന്റൻസ് സ്ട്രക്ചർ ആൻഡ് പങ്ക്ച്വേഷൻ. അതുപോലെ തന്നെ പങ്ക്ച്വേഷനിൽ നിന്നും സെന്റൻസിന്റെ സ്ട്രക്ചറിൽ നിന്നും എന്ത് ചെയ്യണം? അടങ്ങിയിരിക്കുന്ന സിഗ്നൽസ് മനസ്സിലാക്കിയെടുക്കാം. സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണെന്ന് സൂചന നൽകുന്ന വാക്കുകൾ. അത്തരം വാക്കുകൾ സെന്റൻസ് സ്ട്രക്ചറിലോ അല്ലെങ്കിൽ പങ്ക്ച്വേഷനിലോ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. ഈ 4 കാര്യങ്ങൾ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. എന്തിന്? ടു ബിൽഡ് അപ്പ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നമ്മളൊരു കാര്യം വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എഴുതിണ്ടാക്കാം. ദാറ്റ് മീൻസ് വ്യാഖ്യാനം എഴുതാം. നമ്മളെ കയ്യിൽ എന്തെങ്കിലും സംതിങ്, ഒരു പുസ്തകം കിട്ടി, എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വായിച്ച് ഒരു ഇന്റർപ്രിട്ടേഷൻ എഴുതണമെങ്കിൽ, അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ എഴുതുന്നതിന് അത് വായിച്ച് മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതിനാവശ്യമായിട്ടുള്ള 4 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യുക. രണ്ടാമത്തേത് ഇൻഫോർമേഷൻ റീറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തേത് വാക്കുകളിലൂടെയും ഫ്രേസിലെയും സ്കാൻ ചെയ്യുക. അവസാനത്തേത് നമുക്ക് ക്ലൂ തരുന്ന സിഗ്നൽസ് സ്ട്രക്ചറിലോ പങ്ക്ച്വേഷനിലോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ഇത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഒരു ഇന്റർപ്രിട്ടേഷൻ ഫോം ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളെ, ഇപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങളുണ്ടല്ലോ, ഇതിനാണ് നമ്മൾ കോംപ്രിഹെൻഷൻ സ്കില്ല് എന്ന് പറയാം. അപ്പൊ കോംപ്രിഹെൻഷന് വേണ്ട സ്കില്ല് എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇനി വേറെ നമ്മൾ എഴുതേണ്ട ഈ 4 കാര്യങ്ങളാണ് കോംപ്രിഹെൻഷന് വേണ്ട സ്കില്ലുകൾ. അപ്പൊ ഈ 4 സ്കില്ലും കോംപ്രിഹെൻഷന് വേണം. അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 ലെവൽസ് ഇൻവോൾവ്ഡ് ഇൻ ദ ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ? ഒരു ടെക്സ്റ്റിനെ വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് കോംപ്രിഹെൻഷൻ, അതായത് മാറി മാറി ഉപയോഗിക്കാവുന്ന പദങ്ങളാണ്. അതായത് സിനോണിംസ് ആണ് എന്ത്? ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കോംപ്രിഹെൻഷൻ. ഒരു ടെക്സ്റ്റിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്നതിൽ, ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ വരുന്ന 3 ലെവലുകൾ ഏതൊക്കെയാണ്? നേരെ ഓർത്തു വയ്ക്കാം. 3 ലെവലുകൾ പ്രധാനപ്പെട്ടതാണ്. There are 3 levels of interpretation involved in the textual interpretation. ഒരു ടെക്സ്റ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ, ഒരു ടെക്സ്റ്റിനെ കോംപ്രിഹെൻഡ് ചെയ്യുന്നതിൽ 3 ലെവൽസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർ ലിംഗ്വിസ്റ്റിക്, മൈക്രോ സ്ട്രക്ചർ ആൻഡ് മാക്രോ സ്ട്രക്ചർ. ഇൻ ദ ഫസ്റ്റ് ലെവൽ, ഒന്നാമത്തെ ലെവലില് ഏതാണ്? ഒന്നാമത്തെ ലെവൽ ഇത് ലിംഗ്വിസ്റ്റിക്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഒന്നാമത്തെ ലെവലില് ദ റീഡർ റെക്കഗ്നൈസസ് ആൻഡ് അനലൈസസ് പെർട്ടിക്കുലർ വേർഡ്സ്. ആ ഒരു ടെക്സ്റ്റിൽ വരുന്ന ചില പ്രത്യേക വാക്കുകളെ റീഡർ വായിച്ച് മനസ്സിലാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദയർ മീനിങ്സ്, അവയുടെ അർത്ഥവും കണ്ടെത്തുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ലെവല്, ലിംഗ്വിസ്റ്റിക്. ഈ ലെവലിൽ ജസ്റ്റ് ഒരു വായനയാണ്. ആ വായിക്കുമ്പോൾ അതിലെ ചില പ്രത്യേക വാക്കുകൾ, ഇപ്പൊ പുതിയതായിട്ട് വന്ന വാക്കുകൾ, ആ വാക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയെടുക്കും, അതിന്റെ മീനിങ്ങും മനസ്സിലാക്കിയെടുക്കും. ഇത്രയേ ഒന്നാമത്തെ ലെവലിൽ ചെയ്യൂ. റീഡിങ്ങിന്റെ ഒന്നാമത്തെ ലെവല്. 3 ലെവലുണ്ട്. റീഡിങ് കോംപ്രിഹെൻഷന് 3 ലെവലുണ്ട്. ഇതാണ് ഒന്നാമത്തെ ലെവല്. ഇത് വലിയ റിസ്ക് ഉള്ള ലെവലൊന്നുമല്ല, ഈസി ആയിട്ടുള്ള ലെവലാണ്. ഈ ലെവലില് വേർഡ്സിനെ അനലൈസ് ചെയ്യും, അതുപോലെ തന്നെ വേർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യും, വേർഡ്സിന്റെ മീനിങ്സ് കണ്ടെത്തും. ഈ ലെവലിലാണ് നമ്മൾ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി ദ സെക്കൻഡ് ലെവല്, രണ്ടാമത്തെ ലെവല് ഈസ് കോൾഡ് മൈക്രോ സ്ട്രക്ചർ എന്ന രണ്ടാമത്തെ ലെവലാണ് മൈക്രോ സ്ട്രക്ചർ. ഈ ലെവലില് ദ റീഡർ ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ്. ഈ ലെവലിലാണ് റീഡർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് കോംപ്രിഹെൻഡ്, അതുപോലെ തന്നെ വായിച്ചിട്ട് എടുക്കാനും കോംപ്രിഹെൻഡ് ചെയ്യാം. എന്ത്? ദ കണ്ടന്റ് ഓഫ് ബിഗർ സെക്ഷൻസ് ഓഫ് ടെക്സ്റ്റ് റാദർ ദാൻ ജസ്റ്റ് റീഡിങ് വേർഡ്സ് അലോൺ. വെറുതെ വായിക്കുക മാത്രം ചെയ്യാതെ, വെറുതെ ഇങ്ങനെ വായിക്കാതെ എന്തു ചെയ്യാം? ആ ഒരു സെന്റൻസിൽ, ആ ഒരു ടെക്സ്റ്റിനുള്ളിലെ വലിയ ഭാഗങ്ങളുടെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കാം.
അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഒരു ഘട്ടത്തിലാണ് എന്ത് ചെയ്യുക? ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻഡ് ദ കണ്ടന്റ്. ഇവിടെയാണ് കണ്ടന്റ് മനസ്സിലാക്കാനുള്ള ശ്രമം. റാദർ ദാൻ ജസ്റ്റ് റീഡിങ് ദ വേർഡ്സ്. വെറുതെ വാക്കുകൾ ഇങ്ങനെ വായിച്ച് തള്ളിവിടാതെ, അല്ലെ, വെറുതെ ഇങ്ങനെ വായിച്ച് തള്ളാതെ ഈ വായിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം, വായിക്കുന്നതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കാനുള്ള ശ്രമം ഈ രണ്ടാം ഘട്ടത്തിലാണ് നടത്തുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൻ്റെ പേരാണ് മൈക്രോ സ്ട്രക്ചർ. ഇൻ ദ തേർഡ് ലെവൽ, മൂന്നാമത്തെ ലെവലാണ് മാക്രോ സ്ട്രക്ചർ. ദ റീഡർ റെക്കഗ്നൈസസ് ആൻഡ് അനലൈസസ് തീംസ്. ഈ ഒരു ഘട്ടത്തിൽ ഒന്നും കൂടി ഉള്ളിലേക്ക് കടക്കും, ഒരു സ്റ്റെപ്പ് കൂടി ഉള്ളിൽ വന്നിട്ട് റീഡർ വായിച്ച് മനസ്സിലാക്കിയ കണ്ടന്റ് ഉണ്ടല്ലോ രണ്ടാം ഘട്ടത്തിൽ, അതിൻ്റെ തീം എന്താണെന്നും അതിൻ്റെ ടോപ്പിക് എന്താണെന്നും ജോണർ ഓഫ് ദ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് ഏത് വിഭാഗത്തിൽ വരുന്നതാണ്, ജോണർ വിഭാഗം കേട്ടോ, ഏത് വിഭാഗത്തിൽ പെട്ടതാണത്, അതിൻ്റെ കാറ്റഗറി എന്താ. നമ്മൾ കുറേ ജോണർ പിന്നെ മെയിൻ പേപ്പറിൽ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന അനദർ മെയിൻ പേപ്പർ, അതിൽ നമ്മൾ ജോണർ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഏത് ജോണറിൽ വരുന്നതാണ്, അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിക് എന്താ, ഇതിന്റെ തീം എന്താണ്, ഇതുപോലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലാണ്. ഇനി ദ 3 levels ഓഫ് കാറ്റഗറൈസേഷൻ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷനെ കാറ്റഗറൈസ് ചെയ്യുന്ന 3 ലെവലുകൾ, റീഡിംഗ് കോംപ്രിഹെൻഷനെ തരംതിരിക്കുന്ന, കാറ്റഗറൈസ് ചെയ്യുക, തരംതിരിക്കുന്ന 3 ലെവലുകൾ. ഏതൊക്കെ 3 ലെവലുകൾ? ലിംഗ്വിസ്റ്റിക്കും മൈക്രോ സ്ട്രക്ചറും മാക്രോ സ്ട്രക്ചറും. ഈ 3 ലെവലുകൾ ടുഗദർ ഫോം എ മെത്തേഡ്. ഈ 3 ലെവലുകൾ ഒരു മെത്തേഡ് ഫോം ചെയ്യുന്നുണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് കോൾഡ് ടെക്സ്റ്റ് ബേസ്. അപ്പൊ ഈ 3 ലെവലുകളും കൂടി ഫോം ചെയ്യുന്ന ദ 3 levels ഓഫ് കാറ്റഗറൈസേഷൻ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ടുഗദർ ഫോം എ മെത്തേഡ്. ഈ 3 രീതികളും കൂടി ഒരുമിച്ച് ഫോം ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡിന്റെ പേരാണ് ടെക്സ്റ്റ് ബേസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് എ സിറ്റുവേഷൻ മോഡൽ? 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം കേട്ടോ. എന്താണ് സിറ്റുവേഷൻ മോഡൽ? എന്താണ് സിറ്റുവേഷൻ മോഡൽ? നോക്കൂ, സിറ്റുവേഷൻ മോഡൽ ദ ഇൻഡിവിജ്വൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റീഡർ അബൌട്ട് ദി ടെക്സ്റ്റുവൽ കണ്ടന്റ് ഈസ് integrated with the interpretation formed through the existing information or knowledge of the reader. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഇൻഡിവിജ്വൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റീഡർ അബൌട്ട് ദി ടെക്സ്റ്റുവൽ കണ്ടന്റ്. ഒരു ടെക്സ്റ്റുവൽ കണ്ടന്റ്, ഒരു ടെക്സ്റ്റിനെ ഒരു റീഡർ ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു. ദ ഇൻഡിവിജ്വൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റീഡർ അബൌട്ട് ദ ടെക്സ്റ്റുവൽ കണ്ടന്റ്. ഒരു ടെക്സ്റ്റുവൽ കണ്ടന്റിനെ, ഒരു ടെക്സ്റ്റിനെ ഒരു റീഡർ ഇൻഡിവിജ്വൽ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തു. ആ ഇന്റർപ്രറ്റ് ചെയ്ത ശേഷം ആ ഇന്റർപ്രറ്റ് ചെയ്തതിനെ ഈസ് ഇന്റഗ്രേറ്റഡ്, കൂട്ടിച്ചേർക്കുന്നു, യോജിപ്പിക്കുന്നു. എന്തുമായിട്ട്? വിത്ത് ദ ഇന്റർപ്രിട്ടേഷൻ ഫോംഡ് ത്രൂ ദ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ ഓർ നോളേജ് ഓഫ് ദ റീഡർ. ആ റീഡറുടെ ഉള്ളില് ആ റീഡറുടെ ഉള്ളില് എക്സിസ്റ്റ് ചെയ്യുന്ന നോളേജ്, അയാളുടെ ഉള്ളിൽ സ്വമേധയാ ഉള്ള അറിവ്, ആ അറിവുമായിട്ട് ഈ ഇന്റർപ്രറ്റ് ചെയ്തതിനെ കൂട്ടിച്ചേർക്കാം. കാരണം അയാൾക്ക് സ്വമേധയാ അയാൾക്കൊരു അറിവുണ്ടായിരിക്കും, അയാൾക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അതായത് ഈ പുസ്തകത്തെ വായിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് മുൻപേ ഈ പുസ്തകത്തെക്കുറിച്ച് അയാൾക്ക് അയാളുടെ ധാരണ വെച്ച്, അല്ലെങ്കിൽ അയാളുടെ നോളേജ് വെച്ചിട്ട് അയാളുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അവിടെ ഇന്റർപ്രിട്ടേഷൻ ഫോംഡ് ത്രൂ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ. അയാൾക്കുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന
അയാളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷനെ അയാൾ വ്യക്തിപരമായിട്ട് വായിച്ചുണ്ടാക്കിയ ഇൻ്റർപ്രിട്ടേഷൻ, ഇത് രണ്ടും പാടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, രണ്ടും പാടെ ചേർന്നിട്ട് രൂപപ്പെടുന്നതാണ് എന്ത്? സിറ്റുവേഷൻ മോഡൽ. അപ്പോൾ സിറ്റുവേഷൻ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് A+B ആണെന്ന് പറയാൻ പറ്റും. A+B രണ്ട് സംഭവങ്ങൾ. A+B ഈസ് ഈക്വൽ ടു സിറ്റുവേഷൻ മോഡൽ. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റീഡറുടെ ഇൻഡിവിജ്വൽ ഇൻ്റർപ്രിട്ടേഷൻ, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ. ഒന്ന് അയാളുടെ ഇൻഡിവിജ്വൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അതുപോലെ തന്നെ മറ്റൊന്ന് അയാൾ വായിച്ച ശേഷം രൂപപ്പെടുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഒന്നാം വ്യക്തി വായിച്ചിട്ട് അയാൾ ഉണ്ടാക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ, വായിച്ചിട്ട്. മറ്റൊന്ന് വായിക്കാതെ അയാളുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷനിൽ നിന്നും ഫോം ചെയ്യുന്നത്. ഒന്ന് വായിച്ചിട്ടും മറ്റൊന്ന് ഉള്ളിലുള്ള ഇൻഫോർമേഷൻ, അതിൽ നിന്നും ഫോം ചെയ്യുന്ന ഇൻ്റർപ്രിട്ടേഷൻ. അങ്ങനെ ഈ രണ്ട് ഇൻ്റർപ്രിട്ടേഷനും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രൂപപ്പെടുന്നതാണ് എന്ത്? സിറ്റുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ, അതായത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്തു? അവസാനിച്ചു. മൂന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്കിനി എടുക്കാനുള്ളത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് അടുത്തൊരു ക്ലാസ്, ജസ്റ്റ് ഒരു ക്ലാസ് കൊണ്ട് രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ ജസ്റ്റ് ഒരു ക്ലാസ് കൊണ്ട് നാലാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കാരണം നാലാമത്തെ യൂണിറ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് തീരുവില്ല എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലിപ്പമുള്ള യൂണിറ്റാണ്. ഇനി ആ നാലാമത്തെ യൂണിറ്റ് മാത്രമാണ് രണ്ടാമത്തെ ബ്ലോക്കിലുള്ളത്. അപ്പോൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ രണ്ടാമത്തെ ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗ്രാമറിൻ്റെ ബ്ലോക്കാണ്. അതായത് ഈ രണ്ട് യൂണിറ്റ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ബ്ലോക്ക് വരുന്നത് ഗ്രാമറിൻ്റെ ബ്ലോക്കാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗ്രാമറിൻ്റെ ബ്ലോക്ക് കാരണം എടുക്കേണ്ടി വരാം. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ഗ്രാമർ എന്ന് പറയുമ്പോൾ അത് ഒരു കോമൺ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ് എന്ത്? ഗ്രാമർ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കാണുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.